ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വീശി അടച്ചും കനം കുറച്ച് പരത്തിയും ഒന്നും ബുദ്ധിമുട്ടാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്ന പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. 2.5 കപ്പ് മൈദയ്ക്കാണ് ഞാൻ പൊറോട്ട തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് ഒരു പരന്ന താലായിലേക്ക് മാറ്റാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ മുട്ടയോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നേരെ വെള്ളം ഒഴിച്ചങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് സമയമെടുത്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത മാവിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരളവിൽ തയ്യാറാക്കുമ്പം 9 പൊറോട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഓരോ ഉരുളയും പ്രസ് പാനിലൊന്ന് പ്രസ് ചെയ്ത് ചപ്പാത്തിയെല്ലാം പരത്തുന്നത് പോലെ അത്രയും തന്നെ കനം കുറയ്ക്കണ്ട, ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇത് നന്നായി എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചപ്പാത്തി പരത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും എണ്ണ തൂത്ത് അങ്ങനെ മുഴുവൻ ചപ്പാത്തിയും ലെയറായിട്ട് അടുക്കി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവൻ ചപ്പാത്തിയും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറിലും എണ്ണ തൂത്ത് കൊടുക്കണം. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം പരത്തി വെച്ചിരിക്കുന്ന ഏറ്റവും മുകളിലുള്ള പൊറോട്ടയുടെ മാവിൽ നിന്നും പുറത്തേക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കണം. ഒരു പാടുമില്ല, വളരെ സാവധാനം വലിച്ച് നീട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ വീശി അടിക്കുകയോ കനം കുറച്ച് പരത്തിയെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇത് പൊറോട്ട ചുരുട്ടുന്ന പോലെ ചുരുട്ടി ഉള്ളിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് എണ്ണ തടവിയ വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ മുഴുവനും നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇപ്പം മുഴുവനും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അല്പം എണ്ണ മുകളിലൊന്ന് തൂത്ത് കൊടുക്കാം. ആ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 മണിക്കൂർ കൂടി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഓരോന്നും എടുത്ത് പ്രസ് പാനിലൊന്ന് പ്രസ് ചെയ്ത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രസ് പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പാനിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മളത് ഉടനെ തന്നെ മറിച്ചിടാനൊന്നും പോകരുത്. ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറിച്ചിടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ലെയർ ചെയ്ത് വെച്ച സമയത്ത് ചേർത്തിട്ടുണ്ട്. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ വശവും ഇതുപോലെ തന്നെ നമുക്ക് മുരിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുക്കുന്ന പൊറോട്ട ഒരു 3-4 എണ്ണം ആകുമ്പോൾ കൂട്ടി വെച്ച് അടിച്ചു കൊടുക്കണം. എങ്കിലേ പൊറോട്ടയുടെ ലെയർ തിരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 4 പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ കൂട്ടി വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ട, ഇപ്പോൾ ഇവിടെ പൊറോട്ടയുടെ ലെയറൊക്കെ തിരിഞ്ഞ് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ലാത്ത നല്ല ഒരു റെസിപ്പിയാണ്. ഇപ്പം മുഴുവൻ പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ലെയറൊക്കെ തിരിഞ്ഞിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.